അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 62-ാം വാക്യം, മനുഷ്യപുത്രൻ മുമ്പേ 62-ാം വാക്യം, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് ഏക്ക് കയറിപ്പോകുന്ന നിങ്ങൾ കണ്ടാലോ, ജീവിക്കുന്നത് ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:13 ഈ മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വാക്യത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യപുത്രൻ എന്ന കർത്താവാകുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ്. മനുഷ്യപുത്രൻ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പം മനുഷ്യപുത്രൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഈ പദ്ധതി ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടുന്നതിനു മുമ്പേ ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നതാണ്. ദൈവം പ്രോഗ്രാം ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം നടന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ, ആദ്യ മനുഷ്യൻ കിഴക്കേ ഏദേനിൽ വെച്ച് പാപം ചെയ്തതിന് ശേഷം ആകാം എന്ന് നമുക്ക് ചിന്തിക്കാം, അനുമാനിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുന്നറിവിൽ അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം പറയുന്നത് ദൈവം സർവജ്ഞാനിയാണല്ലോ. ദൈവത്തിന് ആരംഭത്തിൽ തന്നെ അവസാനവും അറിയാൻ കഴിയുന്ന വ്യക്തിയാകുന്നു. ദൈവത്തിന് സകലതും മുന്നമേ അറിയാം. ഇവിടെ നമ്മൾ തിരുവെഴുത്ത് വായിക്കുന്നത്, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് ഏക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ, ജീവിക്കുന്നത് ആത്മാവാകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ശേഷം 40 ദിവസം ശിഷ്യന്മാരുമായിട്ട് ഉള്ള ബന്ധത്തിൽ കഴിഞ്ഞ ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുന്നുണ്ട്. ഈ സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് മഹത്വത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുകയാണ് ചെയ്തത്. ആ മഹത്വത്തിൻ്റെ വലതുവശമാണ് കർത്താവ് മുന്നമേ ഇരുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ന്യായപ്രമാണ യുഗത്തിലും അതിനു മുമ്പും മനുഷ്യൻ പാപം ചെയ്ത കാലം മുതലേ കർത്താവാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. അതായത് മധ്യസ്ഥൻ എന്ന പ്രവൃത്തി. വിശുദ്ധ തിരുവെഴുത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവലിയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പം എല്ലാവർക്കും വേണ്ടി മറുവലിയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിക്കുന്നതിന് മുമ്പേ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. താൻ മഹത്വത്തിൻ്റെ വലതുവശത്തിരുന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തു തുടങ്ങി. എപ്പോൾ മുതൽ? മനുഷ്യൻ പാപം ചെയ്തിട്ട് അനുതപിച്ചപ്പോൾ. ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് അനുതപിച്ചപ്പോൾ ഒടുക്കലത്തെ ആദമായി അവൻ്റെ സ്ഥാനാധിപതിയായി മഹത്വത്തിൻ്റെ വലതുവശത്ത് അന്നു മുതലേ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, കാലത്തിൻ്റെ സമ്പൂർണതയിൽ
ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. അപ്പം ദൈവം മനുഷ്യനായി വെളിപ്പെട്ടത് എപ്പോഴാണ്? കാലത്തിൻ്റെ സമ്പൂർണ്ണതയാണ്. അപ്പം മനുഷ്യൻ പാപം ചെയ്തപ്പോഴേ ദൈവം ഒരു നിശ്ചിത ടൈം നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചപ്പെട്ട സമയത്തിലാണ് കർത്താവാകുന്ന ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ദൈവസഭയുടെ റാപ്ചറിനായിട്ടും ദൈവം നിശ്ചയിക്കപ്പെട്ടൊരു ടൈമുണ്ട്. ആ കാലം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ശരീരമായ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് അധികം വിദൂരമല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. സർവശക്തൻ വേഗത്തിൽ ആ കാര്യം ചെയ്ത് തീർക്കട്ടെ. സർവശക്തൻ്റെ ഹിതമെല്ലാം നമ്മളിൽ പൂർത്തീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ തിരുവെഴുത്തിൽ ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. സ്തോത്രം. അപ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച്, ഒരു ശിശുവായി ജനിച്ച് വളർന്ന് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാൻ്റെ കരങ്ങളാൽ സ്നാനപ്പെട്ട് അഭിഷക്തനായി തൻ്റെ പരസ്യ ശുശ്രൂഷ തികച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. എന്താണ്? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ആര് കണ്ടാൽ? അപ്പോസ്തലന്മാർ കണ്ടാലോ? അപ്പോസ്തലന്മാർ ദൈവസഭയുടെ സ്ഥാനാധിപതികളാകിയാൽ അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭ അത് കണ്ടാലോ? സ്തോത്രം. ജീവിപ്പിക്കുന്നത് ആത്മാവാകും. അതിനുശേഷമുള്ള കർത്താവ് യേശു പറഞ്ഞു, ഞാൻ എന്തിനാണ് വന്നത്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകാനുണ്ട് അത്രയും വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് താൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന തൻ്റെ ജനത്തിന് ജീവൻ കൊടുക്കേണ്ടതിനാണ് കർത്താവ് വന്നത്. ആ ജീവൻ കൊടുത്തുകൊണ്ട് തീർന്നോ? ഇല്ല. അതായത് ഒരു വ്യക്തി വിശ്വസിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ ആ വ്യക്തി പാപരഹിതനായിത്തീരും. എന്നാൽ അത് ജീവനെ ലഭിച്ചുള്ളൂ. എന്നാൽ അപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ലഭിച്ചു? ജീവൻ ലഭിച്ചു. അത് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനാണ്. പിന്നെ ഒരു പീരീഡ് ഈ ശരീരത്തിൽ വാസത്തിലിരുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം നയിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം നയിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹമാണ് ഈ സമൃദ്ധിയായ ജീവൻ. പ്രിയരെ, ആ സമൃദ്ധിയായ ജീവൻ നമ്മളിൽ വെളിപ്പെടുവാൻ നമ്മളിൽ പ്രസാദിച്ച നമ്മുടെ ദൈവമായ കർത്താവിന് സ്തോത്രം. ഓരോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധ നയിക്കുന്ന വിശുദ്ധന്മാരിലും വിശ്വസിക്കുന്നവരിൽ ആ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ആ ദൈവിക ഹിതം നമ്മളിൽ പൂർത്തീകരിക്കേണ്ടതിന് സർവശക്തൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയരെ, വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്ന നിങ്ങൾ കണ്ടാലോ? ഇതിൽ നിന്ന് വേറെ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ക്ലിപ്പിൽ ഞാനത് പറഞ്ഞു നിങ്ങളെ പ്രബോധിപ്പിച്ചിരുന്നതാണ്. എന്താണ് ആ ദൈവോദ്ദേശം? ഈ മനുഷ്യപുത്രൻ എന്ന യേശു ഭൂമിയിൽ മനുഷ്യനായി തീർന്ന് തൻ്റെ ക്രൂശുമരണം അടക്കം ഉയർപ്പ് വരെയുള്ള സ്വർഗാരോഹണം വരെയുള്ള ടൈം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ 1-ാമത്തെ പീരീഡും ശേഷം ഈ യേശു ക്രിസ്തു മഹത്വത്തിൻ്റെ വലതുവശത്തിരുന്ന് ദൈവസഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് അവൻ്റെ ശുശ്രൂഷയുടെ 2-ാം ഭാഗവുമാണ്. ഈ 2-ാം ഭാഗം പൂർത്തീകരിക്കുമ്പോഴാണ് ദൈവസഭയ്ക്ക് റാപ്ചർ ഉണ്ടാകുന്നത്. ദൈവസഭയ്ക്ക് റാപ്ചർ ഉണ്ടാകുന്നത്. അതായത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം 1-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, കൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അത് അങ്ങനെ തന്നെയാകുന്നു. സ്തോത്രം. ലോകം അവനെ അറിയായികൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുന്നു ഇതുവരെയും പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു.
അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ ആരെയാണ്? പിതാവിനെ അറിയായികൊണ്ട് നമ്മെയും അറിയുന്നില്ല. നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്, പിതാവിനെ ലോകം അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും എൻ്റെ ആഗ്രഹം പ്രകാരം, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ലോകം പിതാവിനെ അറിയും, ഒരു ദിവസം അറിയും. അന്ന് അവർ വാപത്തും. എന്താണ് അവർ വാപത്തും എന്നറിയാമോ? ഇന്ന് അവർ ഭൂമിയിൽ ജീവിക്കുന്നത് ഈ പരിശുദ്ധ പിതാവിനോട് കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നില്ല. അവർ തിരിച്ചറിയാതെ വണ്ണം അവർ കണ്ണ് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ജഡം സംബന്ധിച്ച് ഇസ്രായേലിനും ഈ ലോകത്തിൽ മിസ്രൈമിൽ പാർക്കുന്ന പിതാവിൻ്റെ ശരീരാവയവങ്ങളും എല്ലാം കൂടെ, ശരീരാവയവങ്ങളിൽ എല്ലാവരിലും കർത്താവാകുന്ന ദൈവം വസിക്കുകയാണ്, ജീവിക്കുകയാണ്. പക്ഷേ ലോകത്തിന് അത് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവരെ കണ്ണിനെ നിരോധിച്ചിരിക്കുകയാണ്. അത് ദൈവം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കർത്താവ് ലോകത്തിൽ ജീവിക്കുന്നത്? അതാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ 62-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അതെ, ജീവിക്കുന്നത് ആത്മാവാകുന്നു. ആ ജീവിക്കുന്ന ആത്മാവ് എവിടെ ജീവിക്കുന്നു? മനുഷ്യ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഈ ആത്മാവ്, ജീവിക്കുന്ന ആത്മാവ് എവിടെയാണ് ജീവിക്കുന്നത്? ഇപ്പം മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ ശിഷ്യന്മാർ കണ്ടാലോ, പിന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എന്താ രണ്ടാം ശുശ്രൂഷ? പിന്നെ ജീവിക്കുന്നത് ആത്മാവാകുന്നു. എന്താ പിന്നെ ജീവിക്കുന്നത് വാക്കിൻ്റെ അർത്ഥം? പിന്നെ ഇതുവരെ കർത്താവ് ജീവിച്ചത് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലും ശേഷം 33.5 വർഷം മനുഷ്യൻ എന്ന നിലയിൽ ഭൂമിയിൽ ആയിരുന്നു. എന്നാൽ ഇതേ ഭൂമിയിൽ തന്നെ വസിക്കുന്നത്. അന്ന് മനുഷ്യവർഗത്തിന് തൊടാമായിരുന്നു, മനുഷ്യന് കാണാമായിരുന്നു, മനുഷ്യന് സ്പർശിക്കാമായിരുന്നു, മനുഷ്യന് കാണാമായിരുന്നു, മനുഷ്യന് സഹകരിക്കാമായിരുന്നു. എന്നാൽ അത് ലോകത്തിന് കാണാമായിരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ 33.5 വർഷക്കാലത്ത് ലോകത്തിന് യേശുവിനെ കാണാമായിരുന്നു. കാരണം അവൻ ഭൗമിക ലോകത്തിൽ ഭൗമിക ശരീരത്തിൽ ജീവിച്ചു. നമ്മെപ്പോലെ ഒരു ശരീരമായി ആയിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യേശു ഒരു ശരീരത്തിൽ ജീവിച്ചു. കർത്താവിൻ്റെ പ്രവചന പുസ്തകത്തിൽ ഞാൻ നിനക്കൊരു ശരീരം നിയമിച്ചിരിക്കുന്നു, ഈ ശരീരത്തിലായിരുന്നു യേശു ഈ 33.5 വർഷക്കാലം ഉണ്ടായിരുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ടാമത്തെ പീരീഡിൽ കർത്താവ് ഒരു പ്രത്യേക ശരീരത്തിലല്ല, എന്നാൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ശരീരത്തിലാണ്. ഒരു ശരീരത്തിൽ നിന്ന് കർത്താവ് മാറി അവൻ കോടിക്കണക്കിന് ശരീരത്തിലേക്ക് കർത്താവ് സ്പ്രെഡാകുന്നതിൻ്റെ പീരീഡാണ് കൃപായുഗം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ പീരീഡ്, ശുശ്രൂഷയുടെ രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. അതാണ് ജീവിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിക്കുന്നത് ആത്മാവാകുന്നു. ആദ്യത്തെ തലത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ രണ്ടാമത്തെ തലത്തിലേക്ക് കയറുന്ന ആ പോയിന്റിനെയാണ് ഇവിടെ പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ആരെ ജീവിപ്പിക്കുന്നത്? തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരിൽ, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം കേൾക്കണം. കേൾക്കുന്ന വ്യക്തിയിൽ വിശ്വാസം ദൈവം ഹൃദയത്തിൽ ഉരുത്തിരിക്കണം. പിതാവിൻ്റെ പ്രദർശനം, അല്ലെങ്കിൽ പിതാവ് ആകർഷിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാകുന്നു? കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കുന്നു. ഈ വിശ്വാസത്തിൻ്റെ പരിണമയത്തിൽ എന്തുണ്ടാകുന്നു? അനുസരണം ഉണ്ടാകുന്നു. അനുസരിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റുന്നു. എന്തനുസരിക്കണം? യേശു വിശ്വാസം വരുമ്പോൾ എനിക്ക് അതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു വികാരമാണ് പാപബോധം. പാപബോധം ഉണ്ടാകുന്ന ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്നു. എനിക്ക് എന്ത് ദൈവം ദാനം ചെയ്യുന്നു? പാപിക്ക് ആത്മരക്ഷ ദാനം ചെയ്യുന്നു. ദൈവം ആർക്കാണ് ആത്മരക്ഷ ദാനം ചെയ്യുന്നത്? പാപബോധമുള്ള പാപിക്ക്. ഇപ്പോൾ പാപി ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ പാപമോചനത്തിനു വേണ്ടി യേശുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് കർത്താവാകുന്ന ദൈവത്തോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പിന്നെ തനിക്ക് തോന്നുന്ന ഒരു വികാരം, ഞാൻ ഇനി സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നില്ല, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു.
യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക അനുസരണമാണ്. ഇങ്ങനെ അനുസരിച്ചൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? തങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി എന്തു ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി അവർ പത്രോസിന്റെ ഉപദേശപ്രകാരം പാവങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനപ്പെടുന്നു. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ് യേശുക്രിസ്തു എന്നുള്ളത്. കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ സ്നാനപ്പെടാനാണ്. അങ്ങനെ അവർ ദൈവത്തെ അനുസരിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരായ യേശുക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടുന്നു. യേശുക്രിസ്തു എന്ന പേരിൽ സ്നാനപ്പെടുമ്പോൾ സ്തോത്രം, അവർ ദൈവത്തെ അനുസരിക്കുകയാണ്. ഈ കാരണങ്ങളാൽ അവർക്ക് യേശുക്രിസ്തു എന്ന പേരിൽ അവർക്ക് പാപമോചനം ലഭിക്കുന്നു. പാപമോചനം ലഭിക്കുന്ന വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നു. എന്തിനാ? ജീവിപ്പിക്കാൻ. പരിശുദ്ധാത്മാവ് എന്തിനാണ് ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത്? തിരുവചനം പറയുന്നത്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അത് ദൈവത്തിന്റെ സൗജന്യമാണ്. അതാ തിരുവചനം പറഞ്ഞ രക്ഷ സൗജന്യമാണ്. ദൈവം സൗജന്യമായി നൽകുന്ന ദാനമാണ് രക്ഷ. ഈ രക്ഷ ആർക്കാ ലഭിക്കുന്നത്? അനുസരിക്കുന്നു. ആരെ അനുസരിക്കുന്നു? ദൈവത്തെ, അതായത് അപ്പോസ്തോലിക ഉപദേശങ്ങളെ അനുസരിക്കുന്നു. യേശു ക്രിസ്തുവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 13:20, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്ന നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളും. അപ്പം യേശു ക്രിസ്തുവിനെ അയച്ച പിതാവിനെ കൈക്കൊള്ളണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു വിശ്വാസിക്കോ, വിശ്വാസമില്ലാത്തവർക്കോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തോന്നുക, എനിക്ക് പിതാവിനെ കൈക്കൊള്ളണം തോന്നിയാൽ ആ വ്യക്തിക്ക് പിതാവിനെ കൈക്കൊള്ളണം. എന്ത് ചെയ്യണമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം. എന്ത് പറയുന്നു യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട അപ്പോസ്തോലന്മാരെ കൈക്കൊള്ളണം. ആരാണ് അപ്പോസ്തോലൻ? പത്രോസ് മുതൽ ഉള്ള താഴോട്ടുള്ള 12 ശിഷ്യന്മാരാണ്, മത്തിയാസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരാണ് അപ്പോസ്തോലന്മാർ. ഈ അപ്പോസ്തോലന്മാരെ കൈക്കൊള്ളുക എന്ന വാക്കിന്റെ അർത്ഥം മരിച്ചുപോയവരെ കൈക്കൊള്ളുക എന്നുള്ളതല്ല. ഇതിന്റെ അർത്ഥം എന്താണ്? അവർ മുഖാന്തരം പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിച്ചിരിക്കുന്ന അടിസ്ഥാന ഉപദേശമുണ്ട്. ഈ ഉപദേശത്തെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഈ ഉപദേശത്തെ കൈക്കൊള്ളുന്നവൻ ആരെ കൈക്കൊള്ളുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു. ഇക്കാരണത്താൽ പിതാവിനെയും കൈക്കൊള്ളുന്നു. അപ്പോസ്തോലന്മാരിലൂടെ, അപ്പോസ്തോലിക ഉപദേശങ്ങളിലൂടെ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത്? പത്രോസിന്റെ ഉപദേശപ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന വ്യക്തി യേശു ക്രിസ്തുവിന്റെ പേരിനെ ധരിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുന്നു, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് പങ്കാളിത്തം വഹിക്കുന്നു. സ്തോത്രം. 1, യേശു ക്രിസ്തുവിനോട് ചേരുന്നു. 2, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. 3, ആ വ്യക്തിക്ക് പാപമോചനം പ്രാപിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് പങ്കാളിത്തം വഹിക്കുന്നു. അപ്പം യേശു ക്രിസ്തുവിനെ ധരിക്കുക, യേശു ക്രിസ്തുവിനോട് ക്രൂശ് മരണത്തിന് പങ്കാളിത്തം വഹിക്കുക, യേശു ക്രിസ്തുവിനോട് ചേരുക, പാപമോചനം പ്രാപിക്കുക. ഇക്കാരണങ്ങളാൽ ആ വ്യക്തി വിശുദ്ധനായി തീരുന്നു. ദൈവം യേശു ക്രിസ്തുവിന്റെ പേരിൽ ആ വ്യക്തിയെ വിശുദ്ധനായി ഈ സ്നാനപ്പെടുത്തുന്ന മാത്രയിൽ പ്രഖ്യാപിക്കുന്നു. ഇക്കാരണങ്ങളാൽ സ്വർഗത്തിലും ഭൂമിയിലും ഈ പ്രഖ്യാപനം നടക്കുന്ന അതേ സെക്കൻഡിൽ തന്നെ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നു. ആരിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ ഏതൊരു വ്യക്തിയെ സ്നാനപ്പെടുത്തുന്നുവോ അത് സ്വർഗത്തിലും ഭൂമിയിലും കെട്ടപ്പെടുന്ന വിഷയമാകയാൽ സ്വർഗത്തിലും ഭൂമിയിലും പ്രഖ്യാപനം ഉണ്ടാകുന്നു, ഈ വ്യക്തി വിശുദ്ധനാണ്. ഏത് വ്യക്തി? സ്നാനപ്പെടുത്തിയ വ്യക്തിയല്ല, സ്നാനപ്പെട്ട വ്യക്തി. ഇക്കാരണത്താൽ പരിശുദ്ധനായ ദൈവം ആത്മാവാകയാൽ ആ ആത്മാവായ ദൈവം ഈ വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നു. എന്തിനാണ്? ജീവിപ്പിക്കാൻ. ഈ ആത്മാവ് നമ്മളിൽ പ്രവേശിച്ച് നമുക്ക് നമ്മളെ ജീവിപ്പിച്ചു, നമ്മൾ ജീവൻ തരുന്നു, നമ്മളിൽ വീണ്ടും ജനിക്കുന്നു. അത് സമൃദ്ധിയായി ഉണ്ടാകേണ്ടത്രയും നമ്മളെ ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവാകുന്ന ദൈവം നമ്മളിൽ ചെയ്യുവാനിരിക്കുന്ന പ്രവൃത്തിക്ക് നമ്മുടെ അനുസരണം അനിവാര്യമായ ഘടകമാണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കാത്ത പക്ഷം നമുക്ക് ഈ ദൈവീയ അനുഗ്രഹം പ്രാപിപ്പാൻ ആർക്കും കഴിയത്തില്ല.
നമുക്ക് ദൈവിക അനുഗ്രഹം പ്രാപിക്കണമോ, ദൈവത്തിന്റെ പുത്രനായി ഈ ഭൂമിയിൽ നിലകൊള്ളണമോ, ദൈവത്തെ അനുസരിക്കാലേ പറ്റത്തുള്ളൂ. ദൈവത്തെ അനുസരിക്കും. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നത് മനുഷ്യപുത്രൻ എന്ന പദവിയാണ്. മനുഷ്യപുത്രൻ എന്നൊരു പദവി ലഭിക്കുന്നു. അടുത്തത് ദൈവപുത്രൻ എന്നൊരു പദവി ലഭിക്കുന്നു. 3, ദൈവത്തിന്റെ ദാസൻ എന്ന പദവി ലഭിക്കുന്നു. ഭൂമിയിൽ നസറനായ യേശു ജീവിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം പദവി അലങ്കരിച്ചിരുന്നു, ആ പദവിയിലേക്കെല്ലാം ദൈവം യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്ന പക്ഷം ദൈവ പദവിയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിത്തീരുന്നു. തിരുവഴുത്ത് പറയുന്നു, അവൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. കർത്താവിന്റെ 2ാം ഘട്ടം എന്താകുന്നു? നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവ് ജീവിക്കുകയാണ്. ഇത് ലോകത്തിന് കാണാൻ പറ്റുകയില്ല. ലോകത്തിന് കാണത്തക്ക രീതിയിലല്ല ഇന്ന് യേശു ക്രിസ്തു ലോകത്തിൽ ജീവിക്കുന്നത്. പക്ഷേ ലോകത്തിലെ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാതെ അവർ യേശു ക്രിസ്തുവിനോട് കൂടെ ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. ഒരു ദിവസം അത് ലോകം തിരിച്ചറിയും എന്നാണെന്ന് നിങ്ങളോട് ഞാൻ യേശു ക്രിസ്തു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഉണർത്തട്ടെ. ദൈവപുത്രന്മാരുടെ മഹത്വ പ്രത്യക്ഷത അത് കർത്താവ് ഒലിവുമലയിലേക്ക് കാല് ചവിട്ടാൻ വരുന്ന ആ ദിവസമാണ്. അതാണ് ദൈവപുത്രന്മാരുടെ മഹത്വ പ്രത്യക്ഷത. ഏതാണ് ദൈവപുത്രന്മാർ? അവൻ ദൈവപുത്രൻ എന്ന ശിരസും നസറനായ യേശു ക്രിസ്തു, സ്തോത്രം. ദൈവപുത്രൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ആരുടെയല്ല ഹൃദയത്തിൽ വീണ്ടും ജനിച്ചു. അവൻ വിശ്വാസത്തിന്റെ പൂർണ്ണത എൻ്റെ വരെ എത്തിച്ചേരുവാൻ അവർ കഴിഞ്ഞു. അങ്ങനെയുള്ളവരുടെ വിശുദ്ധന്മാരുടെ കൂട്ടവുമാകുന്നു ഈ ദൈവപുത്രന്മാർ. ഈ ദൈവപുത്രന്മാർ ഒരു മനുഷ്യരൂപത്തിൽ, സ്തോത്രം, മറൊരു മലയിലേക്ക് ഇറങ്ങി വരുന്നത് ലോകത്തെ തന്നെ കാണിക്കാൻ വേണ്ട. അന്ന് ലോകം വാപത്തി നിന്നുകൊണ്ട് പറയും, അയ്യോ കർത്താവേ, നീയാണോ ഞങ്ങളോടുകൂടെ ഇരുന്നത്? പക്ഷേ ഞങ്ങൾക്ക് അങ്ങേ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ദുഃഖിക്കുന്നു, ഭാരപ്പെടുന്നു, നിലവിളിക്കുന്നു എന്ന് ആ ജനം വിളിച്ചു പറയും. അത് നമ്മളും പ്രതീക്ഷിക്കുന്നതാണ്. നമ്മുടെ പിതാവിനെ ലോകം തിരിച്ചറിയണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് സംഭവിക്കുവാൻ ഇനി അധികം ദൂരം നമ്മുടെ മുമ്പിലില്ല. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞു, കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്നേഹം നൽകിയത്? നമ്മളിൽ വീണ്ടും ജനിക്കുന്നത് ആരാകുന്നു? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനം പ്രാപിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് വചനമായ ആത്മാവാകുന്നു. ഈ ആത്മാവാകുന്നു പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ആരാകുന്നു? നമ്മുടെ പിതാവായ ദൈവം തന്നെയാണ്. ആരാണ് നമ്മുടെ പിതാവായ ദൈവം? മക്കൾ ജഡത്വങ്ങളോട് കൂടിയുള്ളവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയത്. അതാരാണോ അവനാണ് നമ്മുടെ പിതാവായ ദൈവം. ആ വാക്കിൽ തന്നെ കിടപ്പില്ല എൻ്റെ പ്രിയരെ. അവൻ പിതാവായിരുന്നില്ല, പിതാവാകേണ്ടതിനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. അങ്ങനെ ദൈവം ആരായി തീർന്നു? മനുഷ്യവർഗത്തിനു വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിതാവായി തീർന്നു. ആ പിതാവായ പീരീഡാണ് ഏത്? 33.5 വർഷക്കാലം. അങ്ങനെ ഒരു പീരീഡ് ഇതിനു മുമ്പുള്ള അല്ലെങ്കിൽ ഈ കൃപായുഗത്തിനു മുമ്പുള്ള ഒരു വിശുദ്ധന്മാർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണ കാലത്തുള്ള പീരീഡിലുള്ള ജനത്തിനും ദൈവം പിതാവായിരുന്നില്ല.
സൃഷ്ടിതാവ് മാത്രമായിരുന്നു. അതുകൊണ്ട് അവർ സൃഷ്ടിതാവേ സൃഷ്ടിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിച്ചു. ഇന്നും അവരെങ്ങനെ വിളിക്കുന്നത്? സൃഷ്ടിതാവേ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അഡോണി, യഹോവേ, കർത്താവേ എന്ന് വിളിച്ച് കർത്താവിനെ സേവിക്കുന്നു. അത് തിരിച്ചറിയാത്ത ജനം ഇന്നും യഹൂദന്മാരെന്ന പേരുള്ളവർ എന്ത് വിളിക്കുന്നു? സൃഷ്ടിതാവേ, അഡോണി, കർത്താവേ എന്ന് വിളിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട വേർപെട്ട വിശുദ്ധ ജനത്തിനറിയാം, എൻ്റെ പിതാവ്, ഞാൻ തപ്പി നോക്കേണ്ടി, ഇരുട്ടിൽ തപ്പേണ്ട കാര്യമില്ല, എൻ്റെ പിതാവാകുന്നു നസ്രനായ യേശു. ഈ അറിവില്ലാത്ത വ്യക്തികൾ, വിശ്വാസി എന്ന പേരുള്ളവർക്ക് പലർക്കും പിതാവിന്റെ പേരെന്താണെന്ന് അറിയില്ല. അവരുടെ വ്യക്തിപരമായി സഹോദര നിന്റെ പിതാവിന്റെ പരിശുദ്ധ പിതാവിന്റെ പേരെന്താന്ന് വെച്ചാൽ അവർ കണ്ണുമിഴിച്ചിരിക്കും. പിതാവിന്റെ പേരെന്താണ്? പിതാവ്. അപ്പം പിതാവേ എന്നേ ഉള്ളൂ. പിതാവിന്റെ പേരെന്ന് വെച്ചാൽ അവരടുത്ത വാക്ക് പറയും യഹോവ എന്ന് പറയും. പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നുമല്ല ശരിയായ ഉത്തരം. ആരാണ് നിങ്ങൾക്ക് പിതാവായി തീർന്ന? അവനാണ് പരിശുദ്ധനായ പിതാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അവൻ പ്രത്യക്ഷനാകുന്ന ദിവസമുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണേണ്ടതാകൊണ്ട് അവനോട് ആര് സദൃശന്മാരാകും? നാം എന്ന പൂർണ്ണ വ്യക്തി, നമ്മുടെ ആത്മാവിൽ ഓൾറെഡി നമ്മ അവൻ്റെ സ്വരൂപവും സദൃശ്യവും നമ്മളിൽ ജനിച്ച് വളരുന്നതനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേഹത്തിനും അത് പൂർണ്ണതയിൽ ലഭിക്കുന്നത് നമ്മുടെ റാപ്ചറിനോ കൂടത്രയും. അപ്പം നമുക്ക് രണ്ട് വ്യൂ ഉണ്ടാകും. എന്ന് വെച്ചാൽ രണ്ട് സ്വരൂപം. ഒന്ന് ജഡത്തിൻ്റെ സ്വരൂപവും മറ്റൊന്ന് ആത്മാവിൻ്റെ സ്വരൂപവും. ജഡത്തിൻ്റെ സ്വരൂപമേ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ജഡത്തിൻ്റെ സ്വരൂപമേ ഉള്ളൂ. ലോകത്തിൽ പാവം സംബന്ധിച്ച് അമ്മ പ്രസവിക്കുന്ന ഇന്നത്തെ തൃത്വവിശ്വാസികൾക്ക് ഉൾപ്പെടെ എന്തേ ഉണ്ടാവുകയുള്ളൂ? ജഡത്തിൻ്റെ സ്വരൂപം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവരെ ആത്മാവ് വീണ്ടും ജനിച്ചില്ലല്ലോ ഉള്ളിൽ. അതുകൊണ്ട് അവർക്ക് ജഡത്തിൻ്റെ സ്വരൂപം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തു സ്നാനപ്പെട്ട് ആത്മാവ് വീണ്ടും ജനിച്ച് വിശുദ്ധ ജീവൻ നയിക്കുന്ന വിശുദ്ധൻ്റെ ഹൃദയത്തിൽ വേറൊരു സ്വരൂപവും, ശരീരത്തിന് വേറൊരു സ്വരൂപവുമാണ്. ശരീരത്തിൻ്റെ സ്വരൂപം ഒരിക്കലും നമ്മുടെ പിതാവിൻ്റെ സ്വരൂപം പോലെയല്ല, പരിശുദ്ധ പിതാവിൻ്റെ സ്വരൂപം പോലെയല്ല. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യന്, വീണ്ടും ജനിച്ച യേശുക്രിസ്തുവിൻ്റെ ആത്മാവിന് പരിശുദ്ധനായ പിതാവിൻ്റെ സ്വരൂപമാണ് ജനനം മുതലേ ലഭിക്കുന്നത്. യേശുവിൽ നിന്ന് ജനിച്ചത് യേശുവിനെ പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് ജനിച്ചത് യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഇരിക്കും. സ്തോത്രം. വചനത്തിൽ നിന്ന് ജനിച്ചത് വചനമാകുന്ന പ്രിയരെ, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്ന സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ തിരുവെഴുത്തിലൂടെ ഇങ്ങനെ സംബോധിച്ചത്, നിങ്ങൾ ആത്മാക്കൾ ആകുന്നു. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നത് ആരാകുന്നു? നമ്മുടെ പരിശുദ്ധനായ പിതാവ് തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്ന നമ്മൾ പരിശുദ്ധനായ പിതാവാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ജനനം എന്ന് പറയുന്നത് എന്താകുന്നു? പിതാവ് ജഡത്തിൽ വെളിപ്പെടുന്നതാകുന്നു. പരിശുദ്ധ പിതാവ്, നമ്മുടെ പരിശുദ്ധനായ പിതാവ് നമ്മുടെ ഹൃദയമെന്ന ജഡത്തിൽ വെളിപ്പെടുന്നതിനെയാണ് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുവാനാണ് കർത്താവാകുന്ന ദൈവം ഈ ഭൂവാസത്തിൽ ശരീരത്തിൽ വെളിപ്പെട്ടത്. അതാണ് കർത്താവാകുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 6:62 പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ജീവിക്കുന്നത് ആത്മാവാകുന്നു. എന്താണ് ജീവിക്കുന്ന ആത്മാ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? സ്വർഗാരോഹണം ശിഷ്യന്മാർ കണ്ടാലോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ആരും കണ്ടില്ല. പക്ഷെ ശിഷ്യന്മാർ കണ്ടത് എന്താണ്? കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതാണ് കണ്ടത്. സ്വർഗാരോഹണം കണ്ടപ്പോൾ കർത്താവ് അത് പറയുന്നത് എന്താണ് പറയുന്നത്? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുകയാണ്. അതാണ് സ്വർഗാരോഹണം. അത് ആരെങ്കിലും കാണുന്നുവെങ്കിൽ അത് കാണുന്നത് എന്താകുന്നു? നിങ്ങൾ കാണുന്നത് ആരെയാകുന്നു? ആത്മാവിനെയാണ്. എന്താണ് ആത്മാവ്? പരിശുദ്ധാത്മാവ്. അപ്പൊ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് കാണുന്നവർ എന്തോത്തിനെയാ കണ്ടത്? പരിശുദ്ധാത്മാവിനെയാ കണ്ടത്. ആ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണ്? ഇനിയും ജീവിപ്പിക്കുക. എന്താണ് ഇനിയും ജീവിപ്പിക്കുന്നത്? ഓരോ ഹൃദയത്തിലും വീണ്ടും ജനിക്കുക.
ഓരോ ഹൃദയത്തിലും വീണ്ടും ജനിക്കുക എന്നുള്ള ദൗത്യമാണ് സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി. അത് പെന്തക്കോസ് നാൾ മുതൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും ചെയ്യുന്നു. ഓരോ വിശ്വസിക്കുന്ന ഓരോ ഹൃദയത്തിലും കർത്താവ് ഇപ്പോഴും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ജനിച്ചവർ ആമൻ ഈ ഭൂമിയിൽ ആ ജനിക്കപ്പെട്ട ഹൃദയത്തിൽ യേശു വസിക്കുന്നു. യേശു വസിക്കുന്ന ഹൃദയവും യേശുവില്ലാത്ത ഹൃദയവുമായി ലോകത്തിൽ ജീവിക്കുന്നു. എല്ലാവരെയും എന്ത് വിളിക്കുന്നു? ലോകക്കാരെന്ന് വിളിക്കുന്നു. എന്നാൽ മഹത്വത്തിന്റെ രാജാവായ സർവശക്തനായ ദൈവം ഒലിവുമലയിൽ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ ലോകക്കാർ ആരെ കാണുന്നു? യേശു ക്രിസ്തുവിനെ കാണുന്നു. അപ്പോഴവർക്ക് മനസ്സിലാകുന്നു, എൻ്റെ ദൈവമേ, അങ്ങാണോ ഞങ്ങളോടുകൂടെ ഇന്ന പേരിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന് അവർ മനസ്സിലാക്കി വാകുത്തുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനാൽ ആകർഷിക്കപ്പെട്ടവരെ, എന്നിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവേൻ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കുവേൻ. വിശുദ്ധ ജീവിതം നയിപ്പീൻ. കർത്താവാകുന്ന ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്തിലുള്ള പ്രഭുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്? പിശാചിന്റെ പ്രവൃത്തികളെ അയപ്പാൻ. അത് നിങ്ങളിൽ നടക്കേണ്ടതിന് നിങ്ങൾ പ്രയത്നിക്കുവേൻ. സാത്താൻ നിങ്ങളെ കൊണ്ട് അത് സാധ്യമാക്കാത്ത രീതിയിൽ അവൻ ശക്തമായി പ്രവർത്തിച്ച് പോരാടുന്നു വന്നേക്കാം, യുദ്ധം ചെയ്യുന്നു വന്നേക്കാം. നിങ്ങൾ തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ. ഒരുപക്ഷെ നിങ്ങൾ ശ്രമത്തിൽ വിജയം കണ്ടില്ല എന്ന് വന്നിരേക്കാം. നിങ്ങൾ തോറ്റുപോയി നിങ്ങൾ തോന്നിയേക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ എന്ത് ചെയ്യണം? നിങ്ങളെ ശക്തനാക്കുന്നവെങ്കിലേക്ക് നിങ്ങളുടെ മനസ്സിന് ഉയർത്തണം, ഹൃദയം ഉയർത്തണം. തിരുവെഴുത്ത് പറയുന്നു, പൗലോസ് പറയുന്നു, നമ്മുടെ സഹോദരൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. നമ്മളെ ശക്തനാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അവൻ എന്ത് തിരുവെഴുത്ത് പറയുന്നു? യോഹന്നാന്റെ ലേഖനം 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അവൻ പ്രിയ ദൈവജനമേ, നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. അവന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് വിളിച്ചിരിക്കുന്ന ആരാണ്? പരിശുദ്ധ പിതാവ്. ആ പരിശുദ്ധ പിതാവിന്റെ പേരെന്താണ്? യേശു. അപ്പൊ യേശു എന്ന പിതാവിന്റെ പുത്രന്റെ എന്താണ് പേര്? പുത്രനായ യേശു. ഹല്ലേലൂയ. അവൻ പുത്രന്റെ പേര് യേശുവാണ്. അപ്പം പുത്രന്റെ പേര് എന്തിനാണ്? അവൻ പിതാവിന്റെ പേര് പുത്രന് നൽകി ഭൂമിയിലേക്ക് പുത്രനെ അയച്ചത് എന്തിനാണ് വേണ്ടിയാണ്? ഈ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, ഈ യേശു എന്ന പേര് മനുഷ്യർക്ക് നൽകേണ്ടതിനാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പത്രോസിന്റെ ഉപദേശപ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാപകൻ നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നു. രണ്ടാമത് യേശു ക്രിസ്തു എന്ന പേരിനെ നിങ്ങളുടെ ആത്മാവിലും ജീവനിലും ശരീരത്തിലും ധരിപ്പിക്കുന്നു. മൂന്ന്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങൾ പാപമോചനം ലഭിക്കുന്നു. രണ്ട്, നിങ്ങൾ യേശു ക്രിസ്തു എന്ന പേര് ധരിക്കുന്നു. മൂന്ന്, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേരുന്നു, യേശു ക്രിസ്തു എന്ന പേര് ധരിക്കുന്നു. നിങ്ങൾക്ക് പുത്രത്വം സ്വർഗത്തിൽ തരുന്നു. നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ആത്മാവ് വീണ്ടും ജനിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമായി തീരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയായി തീരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അയാൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മനം തിരിയുവാൻ ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബുദ്ധി ഉപദേശിക്കുന്നു. എന്നെ കേൾക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ഇതിലൂടെ ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയരെ, കർത്താവാകുന്ന ദൈവം ഈ ശരീരവാസത്തിൽ നിങ്ങൾക്ക് തരുന്ന അവസരം നിങ്ങൾ വൃഥാവാക്കി കളയരുതേ. നിങ്ങൾ മനം തിരിയുവീൻ, മാനസാന്തരപ്പെടുവീൻ, യേശു ക്രിസ്തുവിലേക്ക് വരുവീൻ. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ശ്രേഷ്ഠമായ ഈ കാര്യം ലഭിക്കേണ്ടതിന് മഹാദൈവമായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നിങ്ങളൊരു അവസരം ഒരുക്കി കൊടുത്തുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ആകിയാൽ എൻ്റെ പ്രിയരെ, ഈ മഹാദൈവമാകുന്ന യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കാൻ ഒരു അവസരം കൊടുപ്പീൻ.
സർവശക്തൻ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. JCNDCയിലൂടെ ഞങ്ങളുടെ ഈ പ്രബോധനം നിങ്ങൾ സ്വീകരിക്കണമേ സഹോദരങ്ങളെ. കർത്താവാകുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ. ഇത് കേൾക്കരുതെന്ന് സാത്താൻ ഈ JCNDSD എന്ന വാട്സപ്പ് ഗ്രൂപ്പായാലും യൂട്യൂബിൻ്റെ ഞങ്ങളുടെ ചാനലായാലും ഞങ്ങളുടെ വീഡിയോകളായാലും ആരും കാണരുതെന്ന് ആരാഗ്രഹിക്കുന്നു, കേൾക്കരുതെന്ന് ആരാഗ്രഹിക്കുന്നു? സാത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ് എൻ്റെ രഹസ്യം? അതിൻ്റെ രഹസ്യം, നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ഹൃദയം കൊടുക്കേണ്ടി വരും. അതാണ് രഹസ്യം. അങ്ങനെ ഇത് കേട്ട് നിങ്ങൾ ദൈവവചനം അനുസരിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കും. ഇത് ജനിച്ചു കഴിഞ്ഞാൽ സാത്താൻ നഷ്ടമായി പോരും. നിങ്ങളെ സാത്താൻ നഷ്ടപ്പെട്ടു പോകും. ഇത് സാത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ആകയാൽ സാത്താൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുവീൻ. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ രക്ഷയിലേക്ക് നടത്തട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.